ഇത് നമ്മുടെ ഹിന്ദി പ്രഡിഷനാണ്. ഹിന്ദിയിൽ മിക്കവാറും പട്കഥ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഗിഡ്കി എന്ന് പറഞ്ഞ ഒരു പാഠമാണ്. കാരണം ഏറ്റവും കൂടുതൽ ഒരു ചാൻസ് ഞാൻ കാണുന്നത് അതിനാണ്. കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ നോക്കി ഗിഡ്കിയാണ് മെയിനായിട്ടും ചോദിക്കുന്നത്. സോ അതിലെ ആ യുവതി ഷാള് വിൽക്കാൻ വരുമ്പോൾ ഉണ്ടാവുന്ന ആ സന്ദർഭം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് കേട്ടായിരിക്കും. പിന്നെ ഉള്ളത് ദോഹയുടെ ആശയം വരും. അത് 85% തുളസിദാസിൻ്റെ വരാനാണ് സാധ്യത. കാരണം മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചേക്കുന്നത് അത് തന്നെയാണ്. കബീർ ദാസിൻ്റെ ദോഹ വരാണെങ്കിൽ തന്നെ 15% ആണ്. ഇനി ആശയം വരാൻ 2 പാഠത്തിൽ നിന്നാണ് മെയിനായിട്ട് ചാൻസ് ഉള്ളത്. ഒന്ന് സില ബിൻതി ലഡ്കി എന്ന് പറഞ്ഞ പാഠം, രണ്ടാമത് മേരെ ദുനിയാക്കെ തമാം ബച്ചെ എന്ന് പറയുന്ന പാഠം. അപ്പോൾ ഈ 2 പാഠത്തിൽ നിന്ന് ആശയം എന്തായാലും പഠിച്ചു വയ്ക്കുക. അതിനുശേഷം ബാക്കിയുള്ള എല്ലാ പാഠത്തിലെ ആശയവും പഠിക്കണം. ഞാൻ പറയുകയാണെങ്കിൽ പട്കഥ എല്ലാത്തിൻ്റെയും നമുക്ക് ഉണ്ടാക്കി എഴുതാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ നോക്കുക. അല്ലാത്തവരെല്ലാത്തിൻ്റെയും പട്കഥ പഠിച്ചു വയ്ക്കണം. മെയിനായിട്ട് ഗിഡ്കിയിലെ പഠിക്കാം. ആശയം ഞാൻ പറഞ്ഞതിൻ്റെ 2ൻ്റെയും മെയിനായിട്ട് പഠിക്കുക. ബാക്കിയുള്ള ആശയം എന്തായാലും പഠിച്ചിരിക്കണം. ഇനി അഥവാ ഇത് വന്നില്ലെങ്കിൽ നമ്മൾ പെടും. പിന്നെ ചരിത്ര ടിപ്പണി മെയിനായിട്ട് 3 ആൾക്കാരുടെയാണ് ചാൻസ് ഉള്ളത്. 1 കേശവ്, 2 രാജാറാം, 3 ഹർമൻ. സോ ഈ 3 പേരുടെ എന്തായാലും പഠിച്ചു വയ്ക്കുക. ഇനി ഏറ്റവും കൂടുതൽ ചാൻസ് കേശവിൻ്റെയാണ്. ഇനി കേശവ് വന്നില്ലെങ്കിൽ ഹർമൻ്റെ വരും. അപ്പോൾ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെ പറ്റില്ല കൃത്യമായിട്ട്. ഈ 3 എന്തായാലും അറിഞ്ഞിരിക്കുക. ചരിത്ര ടിപ്പണി എല്ലാവരുടെയും പഠിച്ചിരിക്കണം. പിന്നെ ഡയറിയാണ്. ഡയറി മെയിനായിട്ടും റെയിൻ ബസേരയിലെ ആ ലേഖകൻ്റെ ഡയറി വരാനാണ് ചാൻസ്. എല്ലാ ഡയറിയും പഠിച്ചു വയ്ക്കണം. ലേഖിക ഈ രാജാറാമിനെ കാണുമ്പോഴുള്ള ഡയറി, അങ്ങനെയുള്ള കുറേ ഡയറികളുണ്ട്. അതൊക്കെ എല്ലാ ഡയറിയും പഠിച്ചിരിക്കണം. മെയിനായിട്ട് ലേഖകൻ്റെ ഈ ഡയറി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ ബാച്ചിത്ത് വരാണെങ്കിൽ ലേഖികയും രാജാറാമും തമ്മിലുള്ളത് വരാനാണ് മെയിനായിട്ടുള്ള ചാൻസ് കാണുന്നത്. എന്തായാലും ആ ബാച്ചിത്ത് എന്തായാലും പഠിച്ചു വയ്ക്കുക. രണ്ടാമതായത് ഹർമനും ഹർമൻ്റെ അമ്മയും തമ്മിലുള്ളത് വരാനും ചാൻസ് ഉണ്ട്. ബാച്ചിത്ത് എന്തായാലും എല്ലാം പഠിക്കണം. പിന്നെ ഫോർമാറ്റുകളും പഠിച്ചിരിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.